അപ്പം നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിന് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നല്ലോണം ഗോൾഡൻ കളർ ആവണ വരെ പൊരിച്ചെടുത്ത്, പിന്നെ ചോറ് ഞാൻ തിളപ്പിച്ചൂറ്റാണ്. നെയ്ച്ചോറ് പോലെ ഒന്നല്ല വെക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ മസാല ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയി, കുറച്ച് തിരക്കിലായിപ്പോയി. അങ്ങനെ നല്ലോണം ബീഫ് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ച് മസാല റെഡിയാക്കി അതിൻ്റെ മേലോട്ട് തിളപ്പിച്ചൂറ്റിയ ചോറൊക്കെ ഇട്ട്, ഈ തിളപ്പിച്ചൂറ്റിയ ചോറിടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയൊക്കെ പൊരിച്ചത് ഇങ്ങനെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്റ്റെപ്പ് മുഴുവനും അങ്ങനെ തന്നെ ചെയ്ത്, പിന്നെ അതിൻ്റെ മേലെ ഈ ഫ്രൈ ആക്കി വെച്ചതിൻ്റെ ഓയിലുണ്ടേനി, അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റ് അങ്ങോട്ട് ദമ്മിട്ട് പിന്നെ ആ ദമ്മ അങ്ങോട്ട് തുറക്കുമ്പോഴുള്ളൊരു മണം അടിപൊളി. ഒന്നാമത് ഈ പൊരിച്ച ഉള്ളിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പറയണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം ഊറും. ഈ ഉള്ളിയൊക്കെ ഉള്ളി ഇങ്ങനെ പൊരിച്ചത് വെറുതെ എടുത്ത് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ കൂടി ഇങ്ങനെ വന്നപ്പം അടിപൊളി ബിരിയാണി, ഇനി ഒന്നും പറയാനില്ല. ഞാൻ അങ്ങനെ ബീഫ് ബിരിയാണി വെക്കൽ കുറവാണ്, അധികം ചിക്കൻ ബിരിയാണിയാണ് വെക്കൽ. പക്ഷേ ഈ ബിരിയാണി സൂപ്പറായിനി. അങ്ങനെ മസാലയും എല്ലാം അരിയൊക്കെ ചോറൊക്കെ ഇട്ട് അങ്ങനെ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊരിച്ചതൊക്കെ ഇട്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടില്ല കേട്ടോ. ഇങ്ങനെ ഉള്ളി പൊരിച്ചതും പിന്നെ മല്ലിച്ചപ്പ് പുതിന, പിന്നെ അതിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തിന്, അങ്ങനെ അതും. പിന്നെ രമ്പൻ്റെ ഇല, ഇതൊരു സ്മെല്ലിനാണ്. ഇതിങ്ങനെ ഈ പാത്രം ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും ഈ രമ്പൻ്റെ ഇല ഇട്ട് കൊടുക്കുമ്പോൾ. അങ്ങനെ അതൊക്കെ ഇട്ട് ഓയിൽ ഒഴിച്ച് മൂടി വെച്ച് 15 മിനിറ്റ്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് തുറന്നപ്പം എൻ്റെ സാറേ ഒന്നും പറയാനില്ല. അങ്ങനെ ഞാൻ ദമ്മൊക്കെ പൊട്ടിച്ച് വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി. എന്നിട്ട് ഒരു അടിപൊളി 1.5 പിടി പിടിച്ച് സൂപ്പറായിനി.